അനിൽ ആന്റണിക്കെതിരെ അല്ല ഈ ആരോപണം. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇത് AK ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണമാണ്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതെല്ലാം കോൺഗ്രസിൻ്റെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവായിട്ടുള്ള ശ്രീ AK ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കോൺഗ്രസിനകത്തുള്ള ഒരു വിഭാഗമാണ്. നേരത്തെ മുതലേ AK ആന്റണിയെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇതിന് പിന്നിലുള്ളത്. പ്രത്യേകിച്ചും AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPയിൽ ചേർന്നതോടുകൂടി സമ്പൂർണ്ണമായിട്ട് AK ആന്റണിയെ ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള ഒരു നീക്കമാണിത്. നമുക്ക് ഒരു വ്യാഴവട്ടത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കേൾക്കുന്ന കഥ തന്നെ ഇപ്പോൾ ആരോപണമായിട്ട് വരുന്നത്. ആര് വിശ്വസിക്കാനാണ്? ആരാണ് ഈ ആരോപണം ഉന്നയിച്ച ആൾ? ഇത് പറയട്ടെ എൻ്റെ നിങ്ങൾ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയട്ടെ. ഇപ്പോൾ AK ആന്റണിക്കെതിരെ ഉയർത്തുന്ന ആരോപണമാണിത്. ഈ ആരോപണം അനിൽ ആന്റണിക്കെതിരെ ഉള്ളതല്ല. ആന്റണിയുടെ കാലത്ത് ഇങ്ങനെയൊക്കെ നടന്നു എന്ന് വരുത്താൻ വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായൊരു നീക്കമാണിത്. AK ആന്റണിയെ രാഷ്ട്രീയമായി അവസാനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു പ്രചാരണമാണിത്. പിന്നെ ഇത് ആരോപണം ഉന്നയിക്കുന്ന ആൾ ഇങ്ങനെ പല ആരോപണങ്ങളും കേരളത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. 14 കൊല്ലം 13 കൊല്ലം മുമ്പത്തെ കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഞങ്ങളിതിനെ കാണുന്നത് കോൺഗ്രസിനകത്ത് കരുണാകരൻ, AK ആന്റണി ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ, കരുണാകരനെ മരണത്തിന് ശേഷവും വിടുന്നില്ല, AK ആന്റണിയെ ഈ വാർദ്ധക്യകാലത്ത് വിടാൻ ഉദ്ദേശിക്കാത്ത ചില ആൾക്കാരാണ്. അതുകൊണ്ട് ഈ ആരോപണം ഒരർത്ഥത്തിലും അനിൽ ആന്റണിക്കെതിരെയല്ല, ഇത് AK ആന്റണിക്കെതിരെ. അല്ല, അതൊന്നും എനിക്കറിയില്ല. ഞങ്ങളങ്ങനെ എന്താണ് ഈ നന്ദകുമാറിൻ്റെ എന്ത് ബന്ധപ്പെടാൻ മാത്രം അയാൾ ആരാണ്? എന്താണ് ഇയാൾ ഇത്ര വലിയ മഹാനായിട്ടുള്ള ഒരാളെ പോലെ നിങ്ങൾ സംസാരിക്കും? അയാളെ ബന്ധപ്പെടാൻ എന്താണുള്ളത്? ചോദിക്കുന്നത് ഈ നന്ദകുമാറിനെ ബന്ധപ്പെടാൻ മാത്രം അദ്ദേഹം എന്താണ്? BJP എന്തിനാ, കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി എന്തിനാ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നത്? എനിക്ക് മനസ്സിലായി. അല്ല, നിങ്ങൾ ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഒരാളെ, ഈ നന്ദകുമാറിനെ പോലുള്ള ഒരാളെ എന്തിന് ബന്ധപ്പെടണമെന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളിങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞാൽ പോരാ. എന്തിന് അദ്ദേഹത്തെ ബന്ധപ്പെടണം? ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യം. അപ്പം നിങ്ങൾ പറയുന്നത് പ്രകാശ് ജാവ്ദേക്കറാണ് ഈ ആരോപണത്തിന് പിന്നിലെന്നാണോ? അല്ല, എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ സാമാന്യ വിവേകമുള്ള എല്ലാവർക്കും അറിയാം ഇത് അനിൽ ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണമല്ല. ഇത് AK ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണം. 100% ഇത് ആന്റണിക്കെതിരായിട്ടുള്ള നീക്കമാണ്. കുറച്ച് കാലമായിട്ട് AK ആന്റണിക്കെതിരായിട്ട് ഒരു വിഭാഗം ആളുകൾ, അദ്ദേഹം അഴിമതിക്കാരനാണ്, അദ്ദേഹം മക്കൾക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള സൈബർ ആക്രമണങ്ങൾ കുറച്ച് കാലമായിട്ട് കോൺഗ്രസ് ഇടങ്ങളിൽ നടക്കുകയാണ്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് AK ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുറച്ച് കാലങ്ങളായിട്ട് മ്ലേച്ഛമായൊരു പ്രചരണം കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട്. കാരണം ആന്റണിയുടെ പ്രതിച്ഛായ, AK ആന്റണിയുടെ പ്രതിച്ഛായ അത് തകർക്കാൻ, കാരണം മകൻ BJPയിലേക്ക് പോയി. അപ്പോൾ AK ആന്റണിയുടെ പ്രതിച്ഛായ തകർക്കാനുള്ള ഉദ്ദേശമാണിത്. കാരണം അനിൽ ആന്റണി അധികാര സ്ഥാനങ്ങളിലൊന്നും ഇരുന്ന ആളല്ലല്ലോ. അപ്പോൾ ആന്റണി ഇങ്ങനെയൊക്കെ ആയിരുന്നു, ആന്റണിയെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പ്രചരണം. അതുകൊണ്ട് ഇത് ആരാണോ ഈ അമ്പ് ചെയ്യുന്നത് അവർ പുറത്തേക്ക് വന്നിട്ട് ഇത് പറയുന്നതാണ് നല്ലത്. ഈ പുറകിലിരുന്നു കൊണ്ട് ഈ അമ്പ് ചെയ്യുന്ന പരിപാടി അവസാനം. നിങ്ങൾ ചോദിക്കുന്നത് അല്ല, എനിക്ക് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളൊക്കെ, ഇപ്പം നിങ്ങളുണ്ടാക്കുന്ന ദൃശ്യങ്ങളൊക്കെ ശരിയായ ദൃശ്യങ്ങളാണോ? ഏതാണ് നിങ്ങൾ, ഏതെങ്കിലും സന്ദർഭം എന്താണ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നതിന് അർത്ഥം? എനിക്കത് മനസ്സിലാക്കാം. എന്താണ് ഉള്ളത്? അല്ല, ഇദ്ദേഹത്തിൻ്റെ ആരോപണത്തിൽ എന്താണ് കഴമ്പുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ എന്താണ്? പിന്നെ അഥവാ അങ്ങനെ ഒരാൾ കണ്ടെങ്കിൽ തന്നെ എന്താണ് ഈ സംഭവമായിട്ട് എന്താണ് ബന്ധം? ഇത് AK ആന്റണിക്കെതിരായിട്ടുള്ള ഒരു ആരോപണം PJ കുര്യനും ആന്റണിയും ചേർന്ന് നടത്തുന്ന, അതിനും പ്രധാനപ്പെട്ട നേതാക്കൾ അതിന് പിന്നിലുണ്ട്, നടത്തുന്ന ഒരു ആരോപണമാണ്. ആ ആരോപണവും ഈ പറയുന്ന കാര്യം തമ്മിൽ എന്താണ് ബന്ധം?